ഇന്നൊരു റൂമിലേക്ക് എങ്ങനെയാണ് ഡോറും വിൻഡോയും പ്ലേസ് ചെയ്യുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ആർക്കിടെക്ചർ ടാബിൽ ബിൽഡ് പാനലിലാണ് ഡോറ് വരുന്നത്. ഡോറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ DR ആണ് ഷോർട്ട് കീ. പ്രോപ്പർട്ടി പാനലിൽ ഇത്ര ടൈപ്പ് ഡോറുകളാണ് വരുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഡോറ് സെലക്ട് ചെയ്തു. ഈ വാളിൽ എവിടെയാണോ ഡോറ് പ്ലേസ് ചെയ്യാനായിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് പ്ലേസ് ചെയ്ത് വന്നു. ഡോറിന്റെ ഓറിയന്റേഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ആരോ കീസ് യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഡോറിന്റെ എഡിറ്റ് ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ ഡോറിന്റെ ഡൈമെൻഷനും മെറ്റീരിയൽസും ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഒരു മെത്തഡാണ്. ഇപ്പൊ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വേറൊരു ടൈപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ പുറത്തുനിന്ന് ഒരു ഡോറിനെ ലോഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ പ്ലേസ് ചെയ്ത ഡോറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു ലൈബ്രറിയിൽ നിന്നും ലോഡ് ചെയ്ത് കൊണ്ടുവരാം. സോ ഇവിടെ ഓൾറെഡി ലൈബ്രറീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇംഗ്ലീഷ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തു. US തന്നെ ഡോർ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അതിൽ നിന്നും ഏത് ടൈപ്പ് ഡോർ ആണോ വേണ്ടത് ആ ഡോർ സെലക്ട് ചെയ്യാം. റെസിഡൻഷ്യൽ ആണെങ്കിൽ റെസിഡൻഷ്യലിൽ വരുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ് ഡോറ് സെലക്ട് ചെയ്തു. ആ ഡോറ് സെലക്ട് ചെയ്ത് ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് ലോഡായി. ലോഡായതിനു ശേഷം ഏത് ടൈപ്പ് ആണോ വേണ്ടത് വിഡ്ത്തും ഹൈറ്റും നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോറ് ഇതിലേക്ക് ലോഡായിട്ട് വന്നു. ഇനി നെക്സ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡോറ് ചേഞ്ച് ചെയ്ത് പുതിയൊരു ടൈപ്പ് പുറത്തുനിന്ന് നമ്മൾ ലോഡ് ചെയ്തുകൊണ്ട് വന്നു. ഇങ്ങനെയാണ് വേറൊരു ടൈപ്പ് ഡോറിനെ ലോഡ് ചെയ്യേണ്ടത്. സെയിം സ്റ്റെപ്പ് തന്നെയാണ് വിൻഡോനും വരുന്നത്. ആർക്കിടെക്ചർ ടാബിൽ ബിൽഡ് പാനലിൽ വിൻഡോ സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടി പാനലിൽ വിൻഡോസ് വരുന്നുണ്ട്. ഇപ്പൊ 600 ഈ ഒരു വിൻഡോ സെലക്ട് ചെയ്ത് ഇതിനെ പ്ലേസ് ചെയ്തതിന് ശേഷം എഡിറ്റ് ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഇതിന്റെ മെറ്റീരിയലും പ്രോപ്പർട്ടിയും ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതല്ല പുതിയൊരെണ്ണാണ് വേണ്ടതെങ്കിൽ ആ വിൻഡോനെ സെലക്ട് ചെയ്ത് ലോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വിൻഡോസ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇതിൽ വരുന്ന ഏത് വിൻഡോ ആണോ വേണ്ടത് ആ ഒരു വിൻഡോ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. ഏത് ടൈപ്പ് വേണമെന്ന് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോ ഇവിടെ പ്ലേസ് ആയിട്ട് വന്നു. ഇങ്ങനെ വിൻഡോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വിൻഡോസ് പ്ലേസ് ചെയ്തു. ഇനി കർട്ടൻ വാളിന്റെ ആണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ ഇതിനെ തന്നെ ഒന്ന് കോപ്പി ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് കൊടുക്കാം. കർട്ടൻ വാളിലാണ് ഡോറ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു വാളിനെ മാറ്റി ഇവിടെ ഒരു കർട്ടൻ വാൾ ആക്കി കൊടുക്കാം. കർട്ടൻ വാളിലേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേഞ്ച് വരുന്നുണ്ട് ഈ വാള് കൊടുക്കുന്നതിൽ. സോ ആദ്യം വാള് സെലക്ട് ചെയ്യാം. ഇവിടെ വാളിന്റെ ഹൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. ലെവൽ 1 തൊട്ട് ലെവൽ 2 വരെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഈ വാളിനും ഹൈറ്റ് ലെവൽ 2 വരെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കർട്ടൻ വാളിലേക്ക് ഈ കർട്ടൻ വാളിനൊന്ന് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഡോറ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിലേക്കുള്ള പാനൽ ആഡ് ചെയ്യണം. ആ പാനലിനെ റീപ്ലേസ് ചെയ്ത് ഓൾറെഡി പാനൽ ഉണ്ട്, ആ പാനലിനെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടി ആർക്കിടെക്ചറിൽ നിന്നും കർട്ടൻ ഗ്രിഡ് സെലക്ട് ചെയ്ത് ഒരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഡോറ് കൊടുക്കേണ്ട ആ ഒരു പോർഷന് വേണ്ടിയിട്ട് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രിഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ ഇവിടെയാണ് നമുക്ക് ഡോറ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പാനലിനെ റീപ്ലേസ് ചെയ്യണം. ടാബ് കീ യൂസ് ചെയ്ത് ഇവിടെ ഈ ഒരു കേഴ്സർ ഇവിടെ പ്ലേസ് ചെയ്ത് ടാബ് ക്ലിക്ക് ചെയ്ത് എപ്പോഴാണോ കർട്ടൻ പാനലിന്റെ സെലക്ഷൻ കിട്ടുന്നത് ആ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാനലിന്റെ സെലക്ഷൻ കിട്ടും. ഇനി എഡിറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കർട്ടൻ വാളിലേക്കുള്ള ഡോറ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഡോറ് സെലക്ട് ചെയ്ത് കർട്ടൻ വാളിലേക്കുള്ള ഡോർ ഏതാണോ ആ ഡോറ് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കർട്ടൻ വാളിലേക്കുള്ള ഡോറായിട്ട് ഡീറ്റെയിൽ ലെവല് ഫൈൻ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഡോറ് കാണുന്നുണ്ടായിരിക്കുക.
ഇങ്ങനെയാണ് ഡോറ് പ്ലേസ് ചെയ്തെടുക്കുന്നത്.